ഇസ്ലാമിക വസ്തുകലയുടെ കേരളീയ മുഖങ്ങൾ, സംയോജനവും രൂപാന്തരീകരണവും. മഴ തോർന്ന മണ്ണിൻ്റെ മണം പരന്ന മലനിരകൾ, സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും കഥ പറയുന്ന ദേശം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. 7-ാം നൂറ്റാണ്ടോടു കൂടിയിട്ടാണ് അറബികൾ കേരളത്തിലെത്തുന്നത്. വ്യാപാര ആവശ്യാർത്ഥം മാത്രം കേരളത്തിലെത്തിയിരുന്ന മുസ്ലിം വ്യാപാരികൾ അന്ന് വന്നത് വ്യാപാരത്തിനപ്പുറം വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ടായിരുന്നു. ആ വിശ്വാസം നാളുകൾക്കപ്പുറം ആരാധനാലയ ആവശ്യകതയിലേക്ക് വഴി തുറന്നു. പക്ഷെ ഇന്നും കേരളത്തിലെ ഇസ്ലാമിക രൂപാന്തരത്തിൻ്റെ രൂപങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തിയിട്ടുണ്ട്. അതിന് അതിൻ്റെതായ ധാരാളം തെളിവുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മഹാന്മാരായ ധാരാളം സഹാബാക്കൾ, ശിഷ്യന്മാർ, അവരുടെ ഖബറുകൾ കേരളത്തിൽ നമുക്ക് സിയാറത്ത് ചെയ്യാൻ സൗകര്യമുണ്ടല്ലോ. അങ്ങനെ കേരളത്തിൽ ആദ്യ മസ്ജിദ് പണി കഴിച്ചു. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദും കാസർകോട്ടെ മാലിക് ദീനാർ പള്ളിയും കണ്ണൂരിലെ മുഹൈദ്ദീൻ മസ്ജിദും കോഴിക്കോട്ടെ മിഷ്കാൽ പള്ളിയും തുടർന്ന് പൊന്നാനി മസ്ജിദും എല്ലാം കേരളീയ സംയോജനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. മരത്തൂണുകൾ, കൊത്തിയ വാതിലുകൾ, 4 ഭാഗത്തേക്കും ചാഞ്ഞു നിൽക്കുന്ന കേരളീയ വാസ്തുവിദ്യയുടെ തനത് അടയാളം വിളിച്ചോതുന്ന മാടമ്പ് രൂപത്തിലുള്ള മേൽക്കൂരകൾ, ഇസ്ലാമിക ലാളിത്യത്തോടും കേരളത്തിൻ്റെ തനിമയോടെയുമുള്ള നിർമ്മാണം, കലയുടെ കഥ പറയുന്ന കെട്ടിടം. എല്ലാം പിറന്നത് മട്ടാഞ്ചേരിയിലെയും കൊടുങ്ങല്ലൂരിലെയും ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ച അതേ മലയാള കൈകളിൽ നിന്നായിരുന്നു. ഭാഷ വേഷ വേർതിരിവുകൾക്കപ്പുറം ഉദയം കൊണ്ടത് കലയുടെ ഭാഷ മാത്രമായിരുന്നു. പള്ളിമതിലുകളിൽ പകർത്തിയിട്ടുള്ള അറബിയും മലയാളവും ചേർന്ന അറബി മലയാള വാക്യങ്ങൾ കേരളീയ സംയോജനത്തിൻ്റെ മറഞ്ഞുപോകാത്ത തെളിവുകളാണ്. മലയാള ഹസ്തകലയുടെ ചാരുതയിൽ ചമഞ്ഞ അറബിക് കാലിഗ്രഫിയും ഇതിനോട് സമം തന്നെ. 165 കൊല്ലത്തെ പഴക്കമാണ് പള്ളിക്ക് രേഖാസഹിതം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 140ഓളം വർഷങ്ങൾ ഈ സ്ക്രിപ്റ്റുകൾക്ക് ഉള്ളതായിട്ടും ഇവിടുത്തെ ഡോക്യുമെന്റുകൾ നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. ഇതല്ലാതെ ഒത്തിരി സ്ക്രിപ്റ്റുകൾ വേറെയും ഉണ്ടെന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. നല്ല പോലെ ഇത് സൂക്ഷിക്കപ്പെടേണ്ട അനിവാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് നമുക്ക് ഓരോ സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോഴും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്. നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇനിയും കണ്ടെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും വലിയ അടയാളമാണ് പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളി. ഇസ്ലാമിക കേരളീയ വാസ്തുവിദ്യാ കലയുടെ തനത് ഉദാഹരണം. കേരളത്തിൽ ഇന്നും പൗരാണിക ശില്പചാരുത സംരക്ഷിക്കപ്പെടുന്ന അപൂർവം പള്ളികളിൽ ഒന്നാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി, കോഴിക്കോട് കുറ്റിച്ചിറ പള്ളി, അതേപ്രകാരം തന്നെ തലശ്ശേരി ഓടത്തിൽ പള്ളി, നാദാപുരം പള്ളി, ഇങ്ങനെ നാമമാത്ര പള്ളികൾ ഇന്ന് ഈ രീതിയിലുള്ളൂ. അതായത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ആ പൗരാണിക പാരമ്പര്യം, കേരളത്തിന്റെ ശില്പചാരുതയും അതേപ്രകാരം തന്നെ പേർഷ്യൻ ശില്പചാരുതയും സമന്വയിച്ചും കൊണ്ടുള്ള നിർമ്മിച്ചൊരു പള്ളിയാണിത്.
ഇതിനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് അന്നും ഇന്നും തന്നെ ആ പൈതൃക തനിമയിൽ സംരക്ഷിക്കണം എന്നുള്ളത് കമ്മിറ്റിയുടെ നിർബന്ധമാണ്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല രീതിയിലും കോടികൾ ചെലവാക്കി പള്ളി പുനരുദ്ധാരണത്തിന് പല ആളുകൾ തയ്യാറുണ്ടെങ്കിലും പക്ഷേ ആ ഇസ്ലാമിക കേരളീയ സാംസ്കാരിക പൈതൃകം നിലനിൽക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആയതുകൊണ്ടിട്ടാണ് ആ പൈതൃക തനിമ നിലനിർത്താൻ ഇന്നും പള്ളി ഈ രീതിയിൽ സ്ഥിതി ചെയ്യുന്നത്. കാലങ്ങൾക്കപ്പുറം രൂപഭാവ മാറ്റങ്ങൾ കൈക്കൊണ്ട മസ്ജിദുകൾ ഇന്നും കേരളത്തെ ഇസ്ലാമിക വാസ്തുകലാ വൈവിധ്യത്തെ വിളിച്ചോതുന്നുണ്ട്. നിർമ്മിക്കപ്പെട്ട പള്ളികളിലെ അറബി കാലിഗ്രഫികൾ അതിൻ്റെ ചെറിയൊരേട് മാത്രമാണ്. കേരളത്തെ പള്ളികൾ മതത്തിൻ്റെ പ്രതീകം മാത്രമായിരുന്നില്ല, ഒരുമയുടെ പെരുമ വിളിച്ചോതുന്ന സമൂഹത്തിൻ്റെ ഹൃദയം കൂടി.